കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി സുഹറാം മംദാനി സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഒരു മനോഹരമായ ഒരു കാഴ്ച കാണാനിടയായി. ലോകത്തുള്ള സകല ഇസ്ലാമിക വിരോധികളെയും വല്ലാതെ ഹാലളക്കിയ, വല്ലാതെ കുരുപൊട്ടിക്കുന്ന ഒരു സത്യപ്രതിജ്ഞയായിരുന്നു അത്. ഒരുപക്ഷെ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സത്യപ്രതിജ്ഞ കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ മുകളിൽ ഒന്നല്ല 3 ഖുർആനുകൾ, ആ 3 ഖുർആനുകളുടെ മുകളിൽ കൈവച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലിയത്. Please repeat after me. Raise your right hand. I Zohran Kwame Mamdani do solemnly swear that I will support the Constitution of the United States, the Constitution of the United States, the Constitution of the State of New York, and the Charter of the City of New York, and that I will faithfully discharge the duties of the office of the Mayor of the City of New York, according to the best of my ability. So help me God. Congratulations, Mr. Mayor. I, Zohran Kwame Mamdani, do solemnly swear that I will support the Constitution of the United States, the Constitution of the Constitution of the State of New York, and the Charter of the City of New York. So help me God. I have been told that this is the occasion to reset expectations, that I should use this opportunity to encourage the people of New York to ask for little and expect even less. I will do no such thing. Beginning today, we will govern expansively and audaciously. We may not always succeed, but never will we be accused of lacking the courage to try. They will be Palestinian New Yorkers in Bay Ridge who will no longer have to contend with a politics that speaks of universalism and then makes them the exception. നോക്കിയൊരു കാഴ്ച ഇസ്ലാമിക വിരോധികളെ ചില്ലറയൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. കാരണം അവന്മാർ കാലാകാലങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ എങ്ങനെയെങ്കിലും അതൊരു തീവ്രവാദത്തിൻ്റെ ഗ്രന്ഥമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇവിടെ സുഹറാം മംദാനി, അതും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വിശുദ്ധ ഖുർആനിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും അതുപോലെ വിശുദ്ധ ഖുർആനിനെതിരെയുമൊക്കെ പല വിധത്തിലുള്ള വിദ്വേഷങ്ങളുടെ വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നൊരു കാലഘട്ടമാണ്. സ്വീഡനിലും ഡെൻമാർക്കിലും അവിടുത്തെ പൊതു ഇടങ്ങളിൽ ദിവസം തോറും ഖുർആൻ കത്തിക്കലാണ് ഇത്തരം ഇസ്ലാമിക വിരോധികളുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. എന്നാൽ ആ വിഡ്ഢികൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. കത്തിച്ചു കളഞ്ഞാൽ ഈ ലോകത്തു നിന്നും തീരുന്ന ഒന്നല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിനെ അങ്ങനെയൊന്നും തകർക്കാൻ സാധിക്കില്ല. ലോകത്ത് ലക്ഷക്കണക്കിന് വരുന്ന ഹാഫ്ലിങ്ങളുണ്ട്, അതായത് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്, ഒരു വള്ളി പുള്ളി തെറ്റാതെ മനഃപ്പാഠമാക്കിയവർ. എത്ര തന്നെ വിശുദ്ധ ഖുർആനിനെ കത്തിക്കാനും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും കോടിക്കണക്കിന് വരുന്ന ഹാഫ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ മുദ്രണം ചെയ്യപ്പെട്ട ആ ഖുർആനിനെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അവർ തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു. സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അള്ളാഹു അവൻ്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നോക്ക്, ഏതു ഗ്രന്ഥത്തെയാണോ ഇല്ലായ്മ ചെയ്യാൻ ഇസ്ലാമിക വിരോധികൾ ശ്രമിക്കുന്നത്, അതേ ഖുർആനിൽ കൈവച്ചുകൊണ്ട് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി സുഹറാം മംദാനി സത്യപ്രതിജ്ഞ ചൊല്ലുന്നു. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ വലിയ തന്ത്രമെന്ന് പറയുന്നത്. ശത്രുക്കൾ തന്ത്രം മെനയുമ്പോൾ അതിനേക്കാൾ മികച്ച മനോഹരമായ തന്ത്രങ്ങൾ അള്ളാഹു മെനയുന്നു. ആ വിഡ്ഢികൾ മനസ്സിലാക്കുന്നില്ല, അവർ എത്ര തന്നെ ആ വിശുദ്ധ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചാലും ആ പരിപാവനമായ ഗ്രന്ഥം മനുഷ്യ സമൂഹത്തെ നയിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ആ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. 3 ഖുർആനുകളുടെ മുകളിൽ കൈവച്ചുകൊണ്ടാണ് സുഹറാം മംദാനി സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഖുർആനാണ്, അതായത് അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ ഖുർആനാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ ഗ്രാൻഡ് മദറിൻ്റെ ഖുർആനും അവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, മൂന്നാമതായി ഒരു ചെറിയൊരു ഖുർആൻ കാണാൻ സാധിക്കും. അത് ആർത്തൂറോ ഷോംബർഗിൻ്റെ ഖുർആനാണ്. ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കടമെടുത്ത ചരിത്രപ്രധാനമായ ഒരു ഖുർആൻ പതിപ്പാണിത്. കറുത്തവർഗക്കാരുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഗവേഷണം നടത്തിയിരുന്ന പ്രശസ്ത പണ്ഡിതൻ
ആർത്തൂറോ ഷോംബർഗിന്റെ ശേഖരത്തിലുള്ളതായിരുന്നു ഇത്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു പകർപ്പ് 19-ാം നൂറ്റാണ്ടിലെ ഓട്ടോമൻ സിറിയയിൽ നിർമ്മിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. പലപ്പോഴും പൊതുരംഗത്തേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരാറുണ്ട്. പക്ഷെ പലപ്പോഴും കടന്നുവരുന്ന ആളുകൾ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാറില്ല എന്നുള്ളതാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഒരുപക്ഷെ അവരുടെ വിശ്വാസങ്ങൾ തടസ്സമായി മാറുമെന്നുള്ളത് കൊണ്ടായിരിക്കാം അത്തരം ആളുകൾ വിശ്വാസത്തെ പലപ്പോഴും മുറുകെ പിടിക്കാറില്ല. അവിടെയാണ് സുഹറ മംദാനി വ്യത്യസ്തനായി മാറുന്നത്. അദ്ദേഹം മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു സമയത്തും അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണ്. വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് ലോകമെന്ന് പറയുന്നത്. അത്തരത്തിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ ആ ഒരു ലോകത്ത് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു വെല്ലുവിളി കൂടിയാണ്. സുഹറ മംദാനി അമേരിക്കയെ പോലെ ഒരു രാജ്യത്ത് ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഖുർആൻ ഉയർത്തിപ്പിടിച്ചത് തൻ്റെ അസ്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ്. പലപ്പോഴും പല ആളുകളും പൊതു ഇടങ്ങളിൽ തൻ്റെ വിശ്വാസത്തെ മറച്ചുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ തൻ്റെ ആദർശം ഏതാണെന്നും താൻ വിശ്വസിക്കുന്ന ഗ്രന്ഥം ഏതാണെന്നും ലോകത്തിന് മുന്നിൽ പറഞ്ഞു വയ്ക്കുകയാണ് സുഹറ മംദാനി. അതിന് അദ്ദേഹം കാണിച്ച ആ ഒരു ആർജവം പ്രശംസനീയം തന്നെയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് വെറുമൊരു പുസ്തകമല്ല, നേരെ മറിച്ച് അതൊരു ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വഴികാട്ടിയെ സാക്ഷിയാക്കിക്കൊണ്ട് സേവനത്തിന് ഇറങ്ങുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിൽ അധികാരം എന്നുള്ളത് ഒരു പദവിയല്ല, നേരെ മറിച്ച് അതൊരു ഉത്തരവാദിത്തമാണ്. ഖുർആനിൽ കൈവച്ച് സത്യം ചെയ്യുമ്പോൾ ഒരാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് കരാർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജനതയോട് നീതി കാണിക്കും, അഴിമതി നടത്തില്ല, പാവപ്പെട്ടവൻ്റെ അവകാശം സംരക്ഷിക്കുമെന്നൊക്കെയുള്ള ഒരു പ്രതിജ്ഞയാണത്. സുഹറ മംദാനി ഖുർആൻ സാക്ഷിയാക്കി സത്യം ചെയ്യുമ്പോൾ ആ വചനങ്ങളുടെ ഗൗരവം അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ടാവണം. വിശക്കുന്നവൻ്റെ വേദനയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ വിലാപവും തിരിച്ചറിയാൻ ആ വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹത്തിന് പ്രേരണയാകട്ടെ. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിനേക്കാൾ വലിയൊരു മാർഗനിർദ്ദേശം ലഭിക്കാനില്ല. ജാതിക്കും മരത്തിനും വർണ്ണത്തിനും അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാനും എല്ലാവർക്കും നീതി ഉറപ്പാക്കാനും ഈ പ്രതിജ്ഞ അദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പല ആളുകളും ചോദിച്ചു വയ്ക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ എന്തിനാണ് ഖുർആൻ വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലിയത് എന്നുള്ളത്. നോക്കൂ, മതേതരത്വം എന്നുള്ളത് മതരഹിതമല്ല. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സുഹറ മംദാനി തൻ്റെ വിശ്വാസത്തെ പൊതുസേവനവുമായി കൂട്ടിയിണക്കുകയാണ് ചെയ്തത്. തൻ്റെ മൂല്യങ്ങൾ ഇസ്ലാമികമാണ് എന്നും ആ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് താൻ ജനങ്ങളെ സേവിക്കുമെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. നോക്കൂ, സുഹറ മംദാനി ആ വിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിക്കുന്നത് ആരെയും വെല്ലുവിളിക്കാനല്ല, നേരെ മറിച്ച് തൻ്റെ മൂല്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. എത്ര കാലങ്ങളായി വിശുദ്ധ ഖുർആനിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കാലങ്ങളായി വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര കാലമായി വിശുദ്ധ ഖുർആനിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ആ വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുന്നിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു.